ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി മട്ടൻ കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് പച്ചമുളകുമാണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല. 2 പച്ചമുളകും കൂടെ വേണം. ഇതിപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലതുപോലെ കഴുകിയ ഒരു 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലോട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടുകൊക്കെ പൊട്ടിയപ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. അത് ഒന്നി ചെറുതായിട്ട് അരിയാം. ഞാനിപ്പോൾ ചതച്ചാണ് ചേർത്തേക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാളയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് എളുപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ഒന്ന് വഴണ്ടിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഞാനിവിടെ ടൊമാറ്റോയുടെ പേസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലാതെ വേണേലും ചേർക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് നേരവും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ഇതിലോട്ട് ചേർക്കുന്നത് പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാനത് ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ്. അല്ലാതെ എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. പിന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും എരിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് കുരുമുളക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും. അത് കാരണമാണ് ഇപ്പോൾ ഇത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ടൊമാറ്റോയുടെ പേസ്റ്റാണ്. ടൊമാറ്റോ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് മട്ടൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. മട്ടൻ്റെ പീസ് ചേർക്കുമ്പം ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഈ മസാലയും മട്ടനും കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. കാരണം ഈ മട്ടനകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഗ്രേവി ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പം നമുക്ക് കുക്കർ അടച്ച് വെക്കണം. ഈ സമയത്ത് ഉപ്പുകൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്യണം. ഞാൻ ഉള്ളി വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ. ഈ മട്ടൻ ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ, പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 to 5 വിസിൽ കേൾക്കണം. പിന്നെ കുക്കറിൻ്റെ അനുസരിച്ചും മട്ടൻ്റെ അനുസരിച്ചും ഈ വേവിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത് 4 വിസിലടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ പോയി. ഞാനൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ടൊന്ന് ഇളക്കി നോക്കി നമ്മൾ വെന്തോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് കറക്റ്റ് വേവാണ്. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഞാനിപ്പം പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഞാൻ 2 എണ്ണം ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്.
കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ മേളിൽ തെളിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ്, ഒരുപാട് ചാറില്ല. അഥവാ നമുക്ക് ചാറ് കൂട്ടണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തേക്കുവാണ്. സിമ്പിളായിട്ടുള്ളൊരു നാടൻ മട്ടൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്